ഇത് ഞങ്ങളുടെ ചെറിയൊരു ഫിഷ് ടാങ്കാണിത്. ഇതിൽ ചെറിയ മീനുകളാണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫിൽറ്ററിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. പിന്നെ കുറച്ച് കല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെള്ളത്തിൽ വെക്കാൻ തന്നെ കിട്ടുന്ന ചെറിയ ബൗളുകളുണ്ട്, സ്റ്റിക്ക് ചെയ്യുന്ന ടൈപ്പ്. അത് വാങ്ങിച്ചിട്ട് അതിൽ ഇതേപോലെ മണി പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു ഫിൽറ്ററിൻ്റെ ആവശ്യം വരുന്നില്ല. അതേപോലെ ഓക്സിജൻ പമ്പിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ചെറിയ മീനായതുകൊണ്ട്. വലിയ മീനാണെങ്കിൽ ഫിൽറ്റർ എന്തായാലും വേണം. ഇത് വേറൊരു ഫിഷ് ടാങ്കാണ്. ഇതിനകത്തുണ്ടായിരുന്ന മീൻ ചത്തുപോയി. ഓസ്കാർ ആയിരുന്നു ഉണ്ടായിരുന്നത്. വലിയ മീനായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചത്തുപോയതിന് ശേഷം വാങ്ങിച്ചതാണത്. ഇതിൻ്റെ പേര് ഗൗരാമി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ചെറുതിലെ വാങ്ങിച്ചതാണ്. ഇപ്പോൾ വലുതായി തുടങ്ങിയിട്ടുണ്ട്. ഇതും വലിയ മീനാവും എന്ന് പറഞ്ഞത് കൊണ്ടാണ് 2 വാങ്ങിച്ചിട്ടത്. പിന്നെ ചെറിയ ഫിഷ് ടാങ്ക് ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഫിൽറ്ററാണ് ഇതിനകത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് മതി ഇതിനകത്ത്. അപ്പോൾ 2 ലെയറായിട്ടുള്ളതാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 2 ലെയറിലും സ്പോഞ്ചാണ്. അപ്പോൾ ആ സ്പോഞ്ച് എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്തിട്ട് കഴുകിയിട്ട് കൊടുത്താൽ തന്നെ വെള്ളം നന്നായിട്ട് ക്ലിയർ ആവുന്നുണ്ട്. മീനുകൾക്ക് കളിക്കാനായിട്ടാണ് ഈ കല്ലെല്ലാം ഇട്ട് കൊടുത്തിട്ടുള്ളത്. എപ്പോഴും ഇതെല്ലാം പെറുക്കി, വലിയ മീൻ എപ്പോഴും ഇതൊക്കെ പെറുക്കിയെടുത്ത് ഇങ്ങോട്ട് വായയിൽ വെച്ചിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടിടും. വലിയ വലിയ കല്ലൊക്കെ കൊണ്ടിടുമ്പോൾ ഭയങ്കര ശബ്ദമാണ്. നല്ല രസമാണ് കാണാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കല്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ വലിയ ഫിഷ് ടാങ്കാണ്. ഒരു 1.5 മീറ്റർ വരുന്നുണ്ട്. ഇതിൽ അത്യാവശ്യമാണ് ഫിൽറ്ററിങ്, എന്തായാലും അത്യാവശ്യമാണ്. ഒരു ഫിൽറ്റർ കൊണ്ടൊന്നും വെള്ളം ക്ലിയർ ആവുന്നില്ല. വലിപ്പം കൂടിയത് കൊണ്ട് തന്നെ ഇതൊട്ടും വെള്ളം ക്ലിയർ ആവാറില്ല. എപ്പോഴും വെള്ളം മാറ്റണം, ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റണം. അതൊക്കെ വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇവിടെ ചൂടുകാലമൊക്കെ വരുമ്പോൾ വെള്ളത്തിനൊക്കെ ഭയങ്കര ചൂടാണ്. നമ്മൾ എത്ര പിടിച്ച് വെച്ച് കഴിഞ്ഞാലും ഇത് വലിയ ടാങ്ക് ആയതുകൊണ്ട് ഇതിൽ ഒത്തിരി വെള്ളം വേണം. അതുകൊണ്ട് കുറച്ച് വെള്ളം കൊണ്ടൊന്നും ആവില്ല. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് 2 ഫിൽറ്ററാണ് ഇതിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരെണ്ണം ഇങ്ങനെ നീളത്തിലുള്ള ഈ കുറ്റിയായിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ ഈ കുറ്റിയാണ് ഒരുവിധം എല്ലാ വീട്ടുകളിലും വെച്ച് കൊടുക്കുന്നത്. ചെറിയ ഫിഷ് ടാങ്ക് ആകുമ്പോൾ അതും മതി. പക്ഷേ വലിയ ഫിഷ് ടാങ്കിലേക്ക് 2 തന്നെ എന്തായാലും വേണം. അപ്പോൾ ഒരെണ്ണം ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് കാണുന്ന ആ ഒരു രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. അത് മേളിൽ ഫിൽറ്റർ ചെയ്തിട്ട് ഇതേപോലെ ഔട്ട് ഇതുവഴി ഇങ്ങനെ വരുന്ന വിധത്തിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. ഇതേപോലത്തെ ഫിൽറ്ററാണ് എല്ലാവരും വാങ്ങിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. ആ ഒരെണ്ണം കുറ്റിയായിട്ടുള്ള ഒരെണ്ണം 3 തട്ടുള്ളതാണ് ഞങ്ങളവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരെണ്ണം കൂടി ഞങ്ങൾ 2 തട്ടുള്ളത് ഇങ്ങനത്തെ വാങ്ങിച്ചിങ്ങായിട്ട് ഇതേപോലെ ഇതിനെ സ്പോഞ്ചുള്ള ഭാഗം എടുത്ത് മാറ്റും. അതേപോലെ ആ കുറ്റി പോലത്തെ ഭാഗം ഉണ്ടല്ലോ അതും എടുത്ത് മാറ്റും. ഇത് 2 എടുത്ത് മാറ്റിയിട്ട് ഈ ഒരു മോട്ടറിനെ മാത്രമാണ് അടുത്ത ഫിൽറ്ററിങ്ങിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പം എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ആ മോട്ടറിനെയാണ് ഇനി അവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. കുത്തനെ വെച്ച് കൊടുക്കരുത്. ഇതേപോലെ കെടുത്തി വെച്ച് കൊടുത്തിട്ട് അടിയിൽ ആ സ്റ്റിക്കുള്ള ഭാഗം അടിവശത്ത് നമ്മൾ ഫിഷ് ടാങ്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കും. എന്നിട്ട് അതുവഴി വെള്ളം കയറിയിട്ട് നമ്മൾ ആ കുറ്റി എടുത്ത് മാറ്റി അതുവഴിയാണ് വെള്ളം മേളിലോട്ട് പോകുന്നത്. അവിടെയാണ് ഫിൽറ്ററിങ് നടക്കുന്നത്. മേളിലാണ് ഫിൽറ്ററിങ് നടക്കുന്നത്. അപ്പോൾ ഇതുവഴി വെള്ളം കയറി ഇങ്ങനെ ഈ ഓസ് വഴി മേളിലോട്ട് പോകും. ആ ഒരു രീതിയാണ് ഈ കാണിക്കുന്നത്. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. മേളിൽ ഇങ്ങനെ ഫിൽറ്ററിങ് വെച്ച് കൊടുക്കും. എന്നിട്ട് നമ്മൾ ആ കുറ്റി എടുത്ത് മാറ്റി അവിടെ നിന്നുള്ള ആ ഒരു പൈപ്പ് ഇട്ട് കൊടുത്തില്ല, അതാണ് ഇങ്ങനെ മേളിലോട്ട് പോകുന്നത്. എന്നിട്ട് ഇവിടെ ഫിൽറ്ററിങ് നടന്നിട്ട് അപ്പുറത്ത് കൂടെ ഫിൽറ്റർ ചെയ്തിട്ടുള്ള വെള്ളം ഔട്ട് അതുവഴി അങ്ങ് പോയിട്ട് ഫിഷ് ടാങ്കിലോട്ട് വന്ന് വീഴും. അങ്ങനത്തെ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നല്ല ക്ലിയറാണ് വെള്ളം. ഒരു 6 മാസം കൂടുമ്പോഴൊക്കെ ഞങ്ങളൊന്നും മാറ്റാറുള്ളൂ. മറ്റേതെന്ന് പറഞ്ഞാൽ മാസത്തിലും അല്ലെങ്കിൽ 2 ആഴ്ച 3 ആഴ്ച ഒക്കെ കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റണമായിരുന്നു. വെള്ളം മാറ്റാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വലിയ ഫിഷ് ടാങ്ക് വേണം. അപ്പോൾ എല്ലാവരും വലിയ ഫിഷ് ടാങ്ക് ഉള്ളവരെല്ലാം ഈ ഒരു രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർഷത്തിൽ 2 പ്രാവശ്യം മാത്രം നമ്മൾ വെള്ളം മാറ്റി കൊടുത്താൽ മതി. വെള്ളം നല്ല ക്ലിയറായിട്ട് തന്നെ വരും. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫിഷ് ടാങ്കിൽ വെള്ളം മാറ്റാനായിട്ട് ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടാണ് ഒരുവിധം എല്ലാവരും ഫിഷ് ടാങ്ക് വീട്ടിൽ വെക്കാത്തതെന്ന് എനിക്കറിയാം. ഒരുവിധം എല്ലാവരും ഞങ്ങളെ വീട്ടിലൊക്കെ വരുമ്പോൾ ഫിഷ് ടാങ്ക് കാണുമ്പോൾ പറയാറുണ്ട് ഞങ്ങൾക്കും വെക്കണം എന്നുണ്ട്, പക്ഷേ എപ്പോഴും വെള്ളം മാറ്റി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്നാണ് എല്ലാവരും പറയാറ്. അപ്പോൾ വലിയ ഫിഷ് ടാങ്ക് വെക്കുന്നവർ ഇത് ചെയ്യുക. ചെറിയ ഫിഷ് ടാങ്ക് ആവുന്നവർക്ക് ആ ഫിൽറ്റർ സ്പോഞ്ചിൻ്റെത് വെച്ച് കൊടുത്താൽ മതി. സ്പോഞ്ചിൻ്റെത് വെച്ച് കഴിഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് കഴുകണം. ഞങ്ങളിപ്പോൾ ഈ ഫിൽറ്റർ വെച്ചതിൻ്റെ ശേഷം ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല. വലിയ ഫിഷ് ടാങ്ക് ആകുമ്പോൾ ഇപ്പോൾ ഒരു 3/4 മീറ്റർ 1 മീറ്ററൊക്കെ ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫിൽറ്റർ കൊണ്ടൊന്നും വെള്ളം ക്ലീൻ ആവില്ല. പിന്നെ മീനിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് പെട്ടെന്ന് വെള്ളം അഴുക്കാവും. ഞങ്ങളിപ്പോൾ അതിങ്ങനെ ചെയ്തതിൻ്റെ ശേഷം ഞങ്ങൾക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു.
ഇപ്പോൾ ഒട്ടും ബുദ്ധിമുട്ടില്ല. അപ്പോൾ വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ ഞങ്ങൾ വെള്ളം മാറ്റി കൊടുക്കാറുള്ളൂ. പിന്നെ മേളിൽ ഫിൽറ്റർ ചെയ്തിട്ടുള്ള അതിലത്തെ ഫിൽറ്റർ നൂലിൻ്റെ നോക്കിയിട്ട് തന്നെ വാങ്ങിക്കണം. അതാണ് കുറച്ചും കൂടി നല്ലത്. അതൊരു 3 മാസം വരെയൊക്കെ ഒരു ഫിൽറ്റർ ഇട്ട് കഴിഞ്ഞാൽ അത് പോവും. അപ്പോൾ വെള്ളം അപ്പുറത്ത് കൂടെ ഫിൽറ്ററായിട്ട് വെള്ളം വരുന്നതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ, അതായത് സ്പീഡ് കുറഞ്ഞിട്ട് കുറച്ച് വെള്ളം കുറവായിട്ടാണ് വരുന്നത് തോന്നുന്നുണ്ടെങ്കിൽ ഫിൽറ്റർ ഊരിയെടുത്തിട്ട് അതിൻ്റെ പകുതിയോളം അങ്ങ് എടുത്ത് കളയാം. പകുതിയോളം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി വരുന്ന പകുതിനെ നന്നായിട്ട് കഴുകുക. സോപ്പിടാതെ കഴുകണം, സോപ്പിടരുത്. വെള്ളം വെച്ചിട്ട് വെള്ളം വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതിൽ തന്നെ കൊടുന്നിട്ട് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഫിൽറ്റർ ആയിക്കോളും. അപ്പോൾ വലിയ പ്രശ്നമില്ലാതെ അപ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വലിയ ഫിഷ് ടാങ്കുള്ളവരൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ അപ്പോൾ വെള്ളം നല്ല ക്ലിയർ ആയിട്ട് വരും. പിന്നെ ചെടികളും മീനൊക്കെ വീട്ടിലുണ്ടെങ്കിൽ മനസ്സിനൊരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് എല്ലാവരും ചെടികളെ ഒഴിവാക്കുക, അതേപോലെ മീൻ ഒഴിവാക്കുകയും ചെയ്യരുത്. പിള്ളേരുള്ളിടത്തൊക്കെ നല്ലതാണ് ചെടികളും മീനുകളൊക്കെ. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.